മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലത്തെ ലാസ്റ്റ് മൂവി ആയിട്ടുള്ള ഫൈനൽ റിക്കണിങ് അങ്ങനെ റിലീസായി. എൻ്റെ പേഴ്സണലി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പടം ഓഫർ ചെയ്തിരുന്നത്. തിയേറ്റർ വൈസ് ആൻഡ് മൂവി വൈസ്, അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് മൂവി എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ. കാരണം ലാസ്റ്റ് ഇറങ്ങിയ ഡെഡ് റിക്കണിങ്ങിനേക്കാളും ഒരുപാട് രീതിയിൽ ഇമ്പ്രൂവ് ആയി നിൽക്കുന്ന ഒരു വേർഷൻ ആയിട്ടാണ് ഈ ഒരു മൂവി തോന്നിയത്. കാരണം പ്രീവിയസ് മൂവീസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുറേയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളും അല്ലെങ്കിൽ മറ്റുള്ള കുറേ മിഷൻ സീക്വൻസുകളായിരുന്നെങ്കിൽ ഇതിലാ നരേറ്റീവിനോട് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കറന്റ് സെനാരിയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈഡ്, അതുപോലെ തന്നെ പല രാജ്യങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, ന്യൂക്ലിയർ വാർ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ നരേഷനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് നൺ അതർ ദാൻ ടോം ക്രൂസ്. അദ്ദേഹം തന്നെ ഈ സിനിമയിൽ മൊത്തം കൊണ്ടുപോയി എന്ന് നമുക്ക് പറയാം. കാരണം ഈ ഉള്ള എല്ലാ ഫ്രാഞ്ചൈസിലത്തെ എല്ലാ മൂവീസും നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അത് തന്നെയാണ് എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. സോ നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും പടം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.